ഹലോ, അസ്സലാമു അലൈക്കും. കൊറേ കണ്ടിട്ട് ജിനോ, എന്താ പ്ലാന്? എവിടുന്നാണ് നോമ്പ് തുറക്കുന്നത്? എന്താണ് വേണ്ടത്? നോമ്പ് തുറക്കുന്നത് ഞാനല്ല ശരിക്കും നിങ്ങളോട് ചോദിക്കണ്ടേ. നോമ്പുള്ള ആൾക്കാര് പറയാ എന്ത് വേണമെന്നുള്ളത്. എന്നാലും എനിക്ക് മന്തി വേണോ, ബിരിയാണി വേണോ, വേറെ എന്തെങ്കിലും വേണോ? ഞാൻ എന്തും കഴിക്കും. എന്തും കഴിക്കും അല്ലേ? വെള്ളം മാത്രം മതിയോ? മതിയോ? പിന്നെ തട്ടുദോശയും ചായയും കൊടുക്കും. ചായ ഉണ്ടാവും. ഞാൻ അങ്ങനെ വിചാരിക്കണ ബിരിയാണി ആക്കിയാലോ എന്നാ. ബിരിയാണി നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറന്നിട്ട് ജസ്റ്റ് ചായയും കടിയും കുറിച്ച് നോമ്പ് തുറന്നിട്ട് അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാം. അവിടെ പോയിട്ട് എന്താ വീഡിയോന്റെ കണ്ടന്റ് എന്താ? എന്തിനാണ് വീഡിയോ എടുക്കണേ? ഒന്നുമില്ല, നമ്മളേതായാലും പോയി വരില്ല. അപ്പൊ ഒരു നോമ്പറാണല്ലോ പുറത്തേക്ക്. നെയിം റിവീലിംഗ് ഉണ്ട്. അതെന്താ പറയാ, നമ്മള് ഇസുകുട്ടനും ദൈവമോളും അവിടെ കൊണ്ടിരുത്തി സീറ്റ് പോണേന്. അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ ജസ്റ്റ് അല്ലേ ഒന്ന് സംസാരിച്ചിട്ട് പോവരോട് അല്ല അല്ലേ? അതെ, നെയിം പറഞ്ഞിട്ടോ അതിന്റെ ആ ബഹളത്തിന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞ റെഡി ആയില്ലെങ്കിലോ ആ ഭാഗത്ത് നിർത്തിക്കോളൂ. നല്ല പച്ച നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലമാണത്. അവിടെ തന്നെ നിർത്താം. ബേബി ബേബി നിന്റെ പേരറിയണല്ലോ എല്ലാവർക്കും. അത് സംഭവം നമ്മള് മുടികൾസിന്റെ വ്ളോഗിന് നമ്മള് പറയാൻ മറന്നു പോയിക്കണത്. നിങ്ങള് ഓളെ പേര് ഇങ്ങനെ പറയണതുണ്ട്, പക്ഷെ അത് കേൾക്കണില്ലല്ലോ. നമ്മളാ ഭാഗത്ത് വോയിസ് ഓവർ എടുത്തോയില്ലേ. അപ്പൊ സത്യത്തിൽ നമ്മള് പേര് ആദ്യം വിചാരിച്ച പേരല്ല പിന്നെ നമ്മൾ ഇട്ടത്. കുറച്ചൊന്ന് കറങ്ങി കളിച്ചില്ല പേര്, ഒരുപാട് പക്ഷെ വേറൊരു ഇതുണ്ട്. നമ്മള് ലാസ്റ്റ് ഇട്ടത് അത് നമ്മള് ഫസ്റ്റ് ആദ്യം ഇട്ട പേര് നിങ്ങൾ പറഞ്ഞു കൊടുത്താളേ. ആദ്യം ഇട്ട പേര് നമ്മള് അങ്ങനല്ല, ഇപ്പൊ ഓക്ക് ഇട്ട പേര് എന്താന്നുള്ളത് പറഞ്ഞെടുക്കാം. അപ്പൊ നമ്മള് ഇപ്പെട്ട പേര് ആയിഷ താലിയ. അതെ, അതാണ് ഇപ്പൊ മോളെ പേര്. അപ്പൊ അർത്ഥങ്ങള് നമ്മള് നോക്കുമ്പോ എല്ലാതും കുറച്ച് അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാതും നല്ല അർത്ഥാണ്. ഓടണ്ട, നടന്നു പോന്നാതി. ഓട്ടം ഓടാതെ ചെക്കൻ വരൂല, നടന്നു വന്നാതിടാ. അപ്പൊ നല്ല അർത്ഥം കാര്യങ്ങളൊക്കെ ആണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷെ ഫസ്റ്റില് നമ്മള് കണ്ടെത്തിയ പേര് എന്ന് പറഞ്ഞാല് ഇഷേൽ താലിയ. അർത്ഥല്ല, അർത്ഥം നല്ല അർത്ഥേനു. മറ്റേ സ്വർഗത്തിലെ പൂവെന്നോ അങ്ങനെന്തോ അർത്ഥാണ് അതിന് വേറെ. വേണ്ട 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 വേണ്ട, ഞാൻ ഒപ്പിച്ചുതരാം. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ പക്ഷെ അതിന് നമ്മള് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല, പല രീതിയിലാണ് അതിന്റെ ഉറുദുവില് വരുന്നതാണ്. ഇസ്രായേലിനോ അങ്ങനെ എന്തൊക്കെ ആണ് വരിക അതിന്റെ സംഭവം എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ വെറുതെ വേണ്ട വിചാരിച്ച്. പിന്നെ എന്നായിക്കോട്ടെ, ഇഷയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ ആക്കാന്ന് വിചാരിച്ചപ്പം പപ്പ പറഞ്ഞ് ആയിഷ എന്നുള്ള നമ്മളെ പൊന്നുമ്മാന്റെ പേര് കൂട്ടിയിട്ട്, ഇക്കാന്റെ വല്യമ്മാണ്. അപ്പൊ ഇസുവിന്റെ ഇസ്ദാൻ ലിയാഖത്ത് എന്നാണല്ലോ, അത് പൊന്നുപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ്. അപ്പം ഇവക്ക് പൊന്നുമ്മാന്റെ പേരും കൂട്ടിയിട്ടാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ ആയതുകൊണ്ട് അപ്പം ആയിഷ ഇഷയിൽ നാക്കുക വിചാരിക്കും. ആയിഷ ഇഷയിൽ നാക്കിയപ്പോഴും ഈ ഇഷയിൽ നിന്നുള്ള പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് കിട്ടൂലല്ലോ. അപ്പൊ അതും വേണ്ടായിരിച്ച് വീണ്ടും തെരഞ്ഞി ഏതായാലും അനാന കുറെ പേര് സജസ്റ്റ് ചെയ്ത്, ഞാന് കുറെ സജസ്റ്റ്. അവസാനം സുൻഖാനോട് ഞാൻ പറഞ്ഞു, സുൻഖാൻ നിന്നാ പിന്നെ ഖദീജ ബീവി ഖദീജ ബീവി. ആയിഷ നമ്മള് ആദ്യം വേണ്ടാന്ന് വിചാരിച്ചത് എന്താ വെച്ചാല്, വലിയ താത്തന്റെ കുട്ടീന്റെ പേര് ആയിഷ. അപ്പൊ അതേമാതിരി മറ്റേ അവിടെ മിന്നുത്തന്റെ ഫസ്റ്റത്തെ മോളെ പേര് ആയിഷ ഐനിന്ന്. പിന്നെ അവിടെ എളാപ്പന്റെ മോൾ ആയിഷ ഉണ്ട്, പിന്നെ അമ്മായിന്റെ മോൾ ആയിഷ ഉണ്ട്. അങ്ങനെ ഫുൾ ആയിഷകളാണ്. പക്ഷെ പിന്നെ നമ്മളേതായാലും പേരുകളാണ് അല്ലെ, ട്രെൻഡിങ് പേരുകളാണ്. അപ്പൊ ഏതായാലും അല്ലെന്നില്ല അങ്ങനെ ആയിഷ താലിയാന്നിട്ട് ഇപ്പൊ അതാണ് അവളെ വിളിക്കുന്ന പേരിട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഞാൻ ചോക്ലേറ്റ് ഇല്ലാണല്ലോ, ഇയാള് തിന്നു ഇങ്ങോട്ട് തിന്നാ മതി.
എനിക്ക് ബിസ്ക്കറ്റ് മാത്രം വാങ്ങി തന്നാ മതി. ഇനിയിപ്പോ എന്ത് ചെയ്യോ? കിട്ടും. അതിന്റെ ഉള്ളിലാണ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട്. ബിസ്ക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സും പറഞ്ഞിട്ടോ. നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് പിന്നെ കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഇതിപ്പൊ ചൂടാറും കോഫി ഇട്ടോ. കോഫി ചൂടാറിക്കോട്ടെ, അതിനെന്താ? എനിക്ക് കോഫി ചൂടാറി ഇഷ്ടമില്ല. എന്താ ഈർക്കിളിയോ? അത് മറ്റേ ഇതാണ് എന്തേനി തുളസിത്തണ്ട്. തുളസിത്തണ്ട് അല്ലേ? അതെന്താ അറിയോ, എണ്ണൊക്കെ തേക്കല്ലേനി, അപ്പൊ മൂക്കുത്തി ഊരിച്ചതേനെ. അത് ഉള്ളടങ്ങിട്ട് അതേതായാലും നന്നായി പറയാം. അതാ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുത്തിയതാണ്. എന്നിട്ട് നിങ്ങൾ ആ വർത്താനം പറയാം. ഊരച്ച നന്നായിന്നോ? ഈർക്കിളി കുത്തിയച്ച് ഞാൻ 2-3 മൂക്കുത്തി അങ്ങെടുത്തുള്ള ഓളെ മൂക്കുത്തിനെ കുറ്റം പറയണ. ഓളെ മൂക്കിന്റെ ഓട്ട പോയതല്ല കുറ്റം പറയണേ. കുട്ടനെ ഓരോ ബിസ്ക്കറ്റില് ഓരോ ജ്യൂസിൽ ഓരോ ബിസ്ക്കറ്റ് വേണം മുകൾ അത് കുത്തിക്കാൻ വേണ്ടി ഓരോ ബിസ്ക്കറ്റ് ഇപ്പൊ കുത്തിക്കൊണ്ടിരിട്ടോ. അതന്നല്ലേ പപ്പ പറഞ്ഞേ. ഇതാണ് തുറക്കലപ്പോ. അത് കണ്ണൂരോ പമ്പ പേര് പറഞ്ഞു അറിയില്ല മോളെ, ഞാൻ ഏതോ വീഡിയോയില് കണ്ടിക്കണേ. ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ലേ? ചമ്മന്തിയോ? ചമ്മന്തി ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. വെറൈറ്റി റമളാനിലാണ് വെറൈറ്റി ഡിഷുകൾ ഇറങ്ങുക. നേരത്തെ പറഞ്ഞ ബാക്കി പറയണ്ടേ? എന്തേലും ഞാൻ പറഞ്ഞേ ഓർമ്മ ഉണ്ടോ? ഒന്ന് ചോദിച്ചപ്പോ 2 ബിസ്ക്കറ്റ്. ഒന്നേ പറഞ്ഞോളൂ, 2 വേണ്ട. അപ്പൊ ഒന്നപ്പം എടുക്കട്ടെ. എന്നാ പിന്നെ ഒന്ന് പൊട്ടിച്ചെടുത്താതെ. എടുത്തോ, അതിനെടുത്തോ, എടുത്തോക്ക് ബിസ്ക്കറ്റ് എടുത്തോക്ക്. ബിസ്ക്കറ്റ് ഒക്കെ ആക്കണ്ട, ചോക്ലേറ്റ് അതാ വരുന്നേ. ചോക്ലേറ്റ് ഇതൊക്കെ കുടിച്ചുവിട്ടിട്ട് വേഗം ബിസ്ക്കറ്റ് എടുക്ക്. അപ്പൊ പൊട്ടിച്ചു കൊടുത്തു, പൊളിഞ്ഞു പോയി. പൊട്ടിച്ചു കൊടുത്തതാ അവനെ പറ്റിച്ച്. ഒന്ന് തിന്ന് അപ്പൊ ഇസുക്കുട്ടന്റെ ബോംബ് തുറന്ന്. ബോംബോ? ഓൻ ബോംബ് എന്നാ പറയാ. ബോംബ് അങ്ങനെ. ഓന്റെ വിചാരം എന്താ അറിയോ, ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ പേരയ്ക്ക് വത്തക്കൊക്കെ തിന്നണാണ് നോമ്പ്. അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം പേരൊക്കെ കിട്ടിയോ പിന്നെ ഇത് നോമ്പാണ്, ഇത് തിന്നോ അങ്ങനെ. നമ്മളിപ്പോ ഏതായാലും ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയതേന്. അപ്പം അത് കഴിഞ്ഞേരം ഒന്ന് നോമ്പ് തുറക്കാരിച്ച് കുട്ടിനെ പിടിക്കാൻ ഇതാ ഒരാള്, പിന്നെ ഫോൺ പിടിക്കാൻ ഒരാള്, ഇസുവിനെ നോക്കാൻ സുൻക, ഞാൻ പിന്നെ ഫ്രീ. കൊടുത്തോ? എല്ലാരും കഴിക്കുന്നുണ്ട്, കഴിച്ചാലോ നല്ലേ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്. അവനോട് ചോദിച്ചു നോക്കി വാങ്ങൊടുത്തില്ലേ? ഇവിടെ അടുത്ത് തന്നെ ലജ്ജോസ് ഉള്ളത്. പറഞ്ഞില്ലേ എന്നാ വേഗം തുറന്നോളി. വെള്ളം കുടിക്കല്ലേ? ബാങ്ക് കിട്ടണ ടൈമായി. അതിപ്പോ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോ നിങ്ങളൊക്കെ എന്റെ കോഫി ആണെങ്കിൽ ചൂട് കറി ദൈവം എന്തേ ഓർഡർ ചെയ്താൽ മതി. ഇങ്ങനെ ആണെങ്കിൽ ഈ 2 ഇതുണ്ടല്ലോ, മൈക്കിന്റെ ഈ 2 ഇതുണ്ടല്ലോ, ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി തട്ടിച്ചാൽ 500 റുപ്യ എപ്പം തരും? ഞാൻ തട്ടിച്ചാൽ അത് ഒരേ ബോളാണ്. ഇത് സൗത്തും സൗത്ത്, ഇത് നോർത്തും നോർത്തും. അപ്പൊ 2 ഒരേ ബോളാകുമ്പോ അത് ഇങ്ങനെ മറ്റേത് 2 ഡിഫറെന്റ് ആവുമ്പോഴാണ്. നമ്മള് പഠിപ്പിച്ചേനെ സ്കൂള് പഠിച്ച കാര്യണ്ട്, പക്ഷെ തട്ടിക്കാനൊക്കെ കഴിയൂട്ടോ. ഞാൻ തട്ടിച്ച് കാണിച്ചു തട്ടി ഇല്ല, ഒട്ടണ്ടതാ തട്ടി. ഞാൻ എന്താ പറഞ്ഞ തട്ടിക്കാനാണ് തട്ടി. ഈ തട്ടി ഇത് തമ്മിൽ ഇങ്ങനെ ഇപ്പത്തെ പുതിയ സിലബസ് ആണ് കേട്ടോ. തട്ടിച്ച ഇത് തട്ടിക്ക്, ഇവിടെ തട്ടിക്ക് 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 തട്ടിക്ക്. വേണോ അന്നെ പൊങ്കാലിടണോ? നമ്മള് പറഞ്ഞത് നമ്മക്ക് പറയാത്തോണ്ട് നമ്മള് വാ മൂടി കെട്ടി. അത് കമന്റില് വരുമല്ലോ. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മളിന്ന് അവിടുന്ന് നോമ്പ് തുറന്നതിന് ശേഷം ഇവിടെ നമ്മളെ വീടിന്റെ ഏകദേശം അടുത്ത് തന്നെയുള്ള
അതും അടുത്ത് തന്നെയാണ് എയർപോർട്ട്. അതും അടുത്തന്നാണ് കേട്ടോ. നമുക്ക് 5 കൊല്ലോടന്ന് നമ്മളെ പേരെന്ന് ഇങ്ങോട്ട് അവിടുന്ന് ജസ്റ്റ് ചായയും കടിയും കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പള്ളിയിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയിട്ട് നേരെ ഇങ്ങോട്ട് കയറി. പിന്നെ ബേബി ഉറങ്ങാണ്, നമ്മളെ ബേബി പാത്തുമ്മ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമുക്ക് ട്രാവലിലൊക്കെ. ദ ബേബി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ നമ്മള്. അത് മാത്രല്ല വേറെ കുറെ ഉണ്ട്, അതിന്റെ സെറ്റ് ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇടക്കിടക്ക് ട്രിപ്പ് പോവാല്ലോ. ട്രിപ്പ് പോവാം. ഞാൻ ഇടക്കിടക്ക് വിളിക്കല്ലേ, ഓള് പിന്നെ 40 കഴിയാതെ എങ്ങോട്ട് പോരില്ല. അതല്ല, ഈ സിസേറിയൻ ആയ റെസ്റ്റ് ഒരു 6 മാസമെങ്കിലും എന്തായാലും പറയലുണ്ട്. നോർമൽ വ്യക്തികൾക്ക് അതിൻ്റെ ഉള്ളുണങ്ങാനും തുന്നണങ്ങാനും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വിളിച്ച ഉടുക്ക് പോകാനും ചിലപ്പോൾ റെഡി ആക്കാനും. പക്ഷെ പെരേ പോയാൽ ഈ 5 മിനിറ്റിന്റെ യാത്ര, അത് മാത്രമല്ല ഈ 5 മിനിറ്റിന്റെ യാത്ര എന്ന് പറഞ്ഞാല് എനിക്ക് ചിലപ്പോ പെരേ പോയിട്ടേക്കാരം അല്ലേ അനുവോ, അപ്പോഴേക്കാരം എനിക്ക് നിൽക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല, പെരും ക്ഷീണേക്കാരം. അപ്പൊ അതാണ്. പക്ഷെ ചിലവര് പറയും ഗൾഫിലുള്ള ആൾക്കാരൊക്കെ എണീറ്റ് ഓടലാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് തീരെ ആരോഗ്യമില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോ അത് പറയാലോ. അല്ലോ, നാളെ പെരുന്നാൾ പറയുന്നുണ്ട്, ഫേക്കാണെന്ന് ഓരോ ആൾക്കാർ പറയണ. പക്ഷെ പെരുന്നാൾ ഉറപ്പിച്ച് അറിയണ ഗ്രൂപ്പിൽ ഇപ്പം അത് ഏതാ വിശ്വസിക്കേണ്ടതെന്നുള്ള അവസ്ഥയിലാണ്. ഈ പെരയിൽ പോയാലും സത്യം അറിയാലേ. ദിയ മൈലാഞ്ചിടാത്തതിന്റെ വിഷമത്തിലാണ്. ഞാൻ മൈലാഞ്ചിട്ടില്ല, എന്റെ കൈ ചോപ്പോലെ അറിഞ്ഞിട്ടുണ്ടോളൂ. വെരി ഗുഡ്. എന്നോട് എന്തുകൊണ്ടല്ലോ പറയണേ. ഓള് ദിവസത്തിൽ 22 മണിക്കൂർ ഉറങ്ങാൻ 2 മണിക്കൂറേ ഓളെ നീച്ചിന്നിട്ട് കാണുള്ളൂ. ശരി എന്നാ. അപ്പൊ മന്തി വരട്ടെ, മന്തിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. കുറെ ആയി മന്തിയൊക്കെ കഴിച്ചിട്ട് ഞാന് വെറും താളിച്ചവും ചോറും ഒക്കെ ആണ്. കഞ്ഞി കുടിക്കാൻ കഴിയാത്തോണ്ട് താളിച്ചവും ചോറ്. കഷായം ഇല്ല, കഷായം കുടിക്കലില്ല. ഇപ്പത്തെ ട്രീറ്റ്മെന്റില് കഷായം വേണ്ടെന്നാണ്. തെറ്റലും മുണ്ടലും ആണ് ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു. പക്ഷെ ആ തെറ്റുമ്പോഴാണ് അവിടെ സ്നേഹം ഉണ്ട് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കില്ലേ ഉള്ളില് വേറെന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്യും, ഫോൺ ചെക്ക് ചെയ്യും, ഒക്കെ ചെക്ക് ചെയ്യും. അതൊക്കെ അതന്നെ ചൂടുള്ള അണി അൽഫാം എത്തിയിട്ടുണ്ട്. ഇത് 4 പീസൊന്നും അല്ലേ ഉള്ളു. 4 പീസ് 1 2 3 4. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താനോ എന്തൊക്കെ ഒരു അടങ്ങാറ് നിറഞ്ഞോ? നല്ല തീറ്റ തന്നെയല്ലേ രണ്ടാളും. മരം കയറി കയറുന്നുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് അല്ലേ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. അതുവരെ ഇൻഷാ അല്ലാ. പെരുന്നാൾ വ്ളോഗ് ഇടൂലേ എൻ്റെ വീട്ടിൽ നിന്നുള്ള? ജിനുവിന്റെ വീട്ടിലാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് ജിനുവിന്റെ വീട്ടിലത്തെ പെരുന്നാൾ വ്ളോഗ് വേണം എന്നുള്ളവർ കമന്റ് ചെയ്യുക അല്ലേ. എടുത്തൊടുക്കൂലേ നിങ്ങള്? ആ ടൈം ഉണ്ട്, എടുത്തു കൊടുത്താൽ മതി.